ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുമ്പിനെ കുറിച്ചാണ്. അയേൺ. എന്താണ് ഇരുമ്പ്? ഒരു ലോഹമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പിനെ കുറിച്ച് മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. എന്താണ്? ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ് ഏറ്റവും കൂടുതലുള്ള ലോഹം. അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? പച്ചിരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അതും ഇരുമ്പാണ്. അതുപോലെ പച്ചിരുമ്പിന്റെയും സ്റ്റീലിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയേണാണ് കാസ്റ്റ് അയേൺ എന്ന് പറയുന്നത്. എന്താണ്? പച്ചിരുമ്പിന്റെയും സ്റ്റീലിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയേണാണ് കാസ്റ്റ് അയേൺ എന്ന് പറയുന്നത്. അതുപോലെ റെയിൽവേ സ്റ്റീപ്പേഴ്സ്, ഗട്ടർ പൈപ്സ്, ടോയ്സ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? കാസ്റ്റ് അയൺ ആണ്. ഏതാണ്? കാസ്റ്റ് അയൺ തന്നെയാണ്. റെയിൽവേ സ്ലീപ്പേഴ്സ്, ഗട്ടർ പൈപ്സ്, ടോയ്സ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? കാസ്റ്റ് അയൺ. പച്ചിരുമ്പിന്റെയും സ്റ്റീലിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? കാസ്റ്റ് അയൺ. അതുതന്നെയാണ് റെയിൽവേ സ്ലീപ്പേഴ്സിലും ഗട്ടർ പൈപ്സിലും ടോയ്സ് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന അയണും കാസ്റ്റ് അയൺ തന്നെയാണ്. അതുപോലെ വയർ, ബോൾട്ട്, ചെയിൻസ്, കാർഷിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. എന്താണ്? റോട്ട് അയൺ. വയർ, ബോൾട്ട്, ചെയിൻസ്, കാർഷിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. അതുപോലെ കേബിൾസ്, ഓട്ടോമൊബൈൽസ്, വിമാനത്തിന്റെ ഭാഗങ്ങൾ, പെൻഡുലം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത്. എന്താണ്? നിക്കൽ സ്റ്റീല്. കേബിൾസ്, ഓട്ടോമൊബൈൽസ്, വിമാനത്തിന്റെ ഭാഗങ്ങൾ, പെൻഡുലം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പറയാം കട്ടിംഗ് ടൂൾസ്, ക്രഷിംഗ് മെഷീൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയണാണ് ക്രോം സ്റ്റീൽ അയൺ. എന്താണ്? ക്രോം സ്റ്റീൽ അയൺ ആണ് കട്ടിംഗ് ടൂൾസ്, ക്രഷിംഗ് മെഷീൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ. ഏതാണ്? ക്രോം സ്റ്റീല്. അതുപോലെ സൈക്കിൾസ്, ഓട്ടോമൊബൈൽസ്, പാത്രങ്ങൾ, പേനകൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന അയണാണ് സ്റ്റെയിൻലെസ് സ്റ്റീല്. എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീല്. സൈക്കിൾസ്, ഓട്ടോമൊബൈൽസ്, പാത്രങ്ങള്, പേനകള് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന അയൺ ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീല്. ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീല്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ വേണ്ടി സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ വേണ്ടി സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇരുമ്പ് എന്ന ലോഹത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.